ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാർഡ് ബെറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്ലീനിങ് വിത്ത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. നിങ്ങൾ ഇതിൻ്റെ കോലം നോക്കൂ, അടിപൊളി കോലമാണ്. പിന്നെ ഞാൻ ബെഡ് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുറേ ഡ്രസ്സ് അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മടക്കാം. ആദ്യമാണ് ഇതേ നമ്മളെ പ്രിയപ്പെട്ട ഒരു ഷോൾ മടക്കാൻ കുറച്ച് പാടായിരുന്നു. അത് ഞാൻ മടക്കിയല്ല ചുള്ളങ്ങി പോയപ്പോൾ ഞാൻ പിന്നെ മടക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ താഴത്തൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളങ്ങനെ കമന്റ് ആകുമ്പോഴോ ഞാൻ ഇനി കമന്റ് ഓൺ ആക്കും കേട്ടോ. ഇനി ഞാൻ കമന്റ് ഓണാക്കി എനിക്ക് എങ്ങനെയാണ് ഇപ്പോഴറിയാം. ഇങ്ങനെ കമന്റ് ഓണാക്കണ്ടേ, എല്ലാത്തിനും നമ്മൾ കമന്റ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ കൂവാൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കൂവാൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇരുന്നിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എണീറ്റ് ഇരുന്നിട്ട് ചെയ്യാമെന്ന്. ഇതൊന്ന് വൈറ്റ് ഷാളാണ്, എൻ്റെ ഉമ്മയിലേക്ക് നടന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പിലേക്ക് നടക്കാൻ ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്പാണിത്. എൻ്റെ മെയിൻ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പിലെന്നെ വന്നിട്ട് വരും. തുമ്പിലെന്നെ വന്ന് ഇങ്ങനെ താഴ്ത്തിട്ട് മടക്കട്ടെ. താഴ്ത്തിട്ട് മടക്കുമ്പോൾ ഞാനൊന്നും ഉണ്ടില്ല. ക്ലീൻ ആയിട്ട് വേണം, നീറ്റായിട്ട് വേണം. ഷോൾ തട്ടിക്കൂട്ടി ഒരു ഷാൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടി മടക്കി ഒരു ഷാൾ എൻ്റെ കയ്യിൽ കിട്ടി. ഇതാണ് ഷാൾ. ശരിക്കും ശരിയായിട്ടില്ല, പോരണ്ട് കൊടുക്കാം. കെട്ടി വെച്ചതെല്ലാം പോരണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ വെക്കാൻ വിചാരിച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വേറൊരു ഷാളുണ്ട്. ബ്ലാക്ക് ഷാൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷാൾ. ഒന്നെടുത്ത് ഞാൻ തലയിലിടാം. അടുത്ത നമ്മളുടെ ഇക്കാക്കൻ്റെ ജീൻസ് അവൻ്റെ ജീൻസ് നമുക്ക് മടക്കാം. ജീൻസ് മടക്കാൻ എനിക്ക് സിമ്പിളായിട്ട് അറിയാം. അറിയാത്തവർ കമന്റ് ഡൗൺ ബിലോ. ഓണായിരിക്കുമേ, അത് മാറിട്ടാണ് വിഷമിക്കുന്നത്. ഓക്കെ, നമ്മൾ അപ്രിയപ്പെട്ട ജീൻസ് റെഡി ആയിട്ടുണ്ട്. ഈ ജീൻസ് എടുത്ത് നമ്മൾ ഇക്കാക്കൻ്റെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കാം. കേൾക്കുന്നില്ലെന്ന് എനിക്കറിയാം, കുറച്ചൊത്തി പറയാം. ഞാൻ അലമാരി തുറന്നു നോക്കിയതും എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സെല്ലാം എൻ്റെ ഇക്കാക്ക് ഷെൽഫിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ പ്രിയപ്പെട്ട വേറൊരു ഷാളുണ്ട്. ഇതും എനിക്കിഷ്ടമുള്ളൊരു ഷാളാണ്. സോഫ്റ്റ് മെറ്റീരിയൽ ഷാള് എനിക്കിഷ്ടമായിട്ടേ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാണ്. ഇനി വെച്ചാൽ ഞാൻ മടക്കേണ്ടത് എടുത്തിട്ടുണ്ടോ, ഇത് കഴുകാനാണ്. കഴുകാന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചോക്കട്ടെ. ഓക്കെ ഗൈസ്, മടക്കി വെക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് മടക്കി വെക്കാം. എൻ്റെ പപ്പൻ്റെ ഷർട്ടാണ്. ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായി സിമ്പിളാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ ഒക്കെ തട്ടിക്കൂട്ടി എടുക്കണ പോലെ ഞാനും ചെയ്യും. ഇതിപ്പോൾ ഒരാളല്ല, പപ്പൻ്റെ ഫ്രണ്ട്സ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പപ്പൻ്റെ ഫ്രണ്ട്സ് തന്നെ അറൗണ്ട് എത്ര ക്ലീനിങ്, അല്ലെങ്കിൽ ഞാൻ TV അല്ലെങ്കിൽ ഞാൻ കളിക്കലൊക്കെ ആയിരിക്കും. പപ്പൻ്റെ ഷെൽഫ് ഞാൻ കാണിച്ചു തരാം.
പപ്പൻ്റെ ഷെൽഫ് ഇതാണ്. ഇതിനുള്ളിൽ തുറന്ന് ഞാൻ കാണിക്കാറില്ല. അതാണ് പപ്പൻ്റെ ഷെൽഫ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റും. എനിക്ക് വയ്യായിരുന്നു കുറച്ച് ദിവസം, അത് കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും പറയാണ്ടിരുന്ന്. അതിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും ഗൈസ്. പിന്നെ വേറൊരുണ്ട്, ഇത് കഴുകാനുള്ളതാണ് തോന്നുന്നത്. എൻ്റെ കയ്യിലുള്ളത് പപ്പ ഇന്ന് ഇടുമെന്ന്, അവർ വരുമ്പോൾ ഇടുമെന്ന് പറഞ്ഞത് ഞാൻ എബിസൈഡ് ഷർട്ട് അടിച്ചേ അതിടുന്നത്. ഇനി ഈ സാധനമാണ് പർദ്ദ. എനിക്ക് മടക്കാൻ അറിയില്ല. അപ്പം ഞാൻ ഇത് എവിടെ എടുത്ത് വെക്കണമെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ഉമ്മാന്റെ ഷെൽഫിലെടുത്ത് വെച്ചു. ഇനി ഇത് കഴുകാൻ ഉണ്ടാവുള്ളൂ. ഇത് കഴുകാൻ ഇടാനുള്ളതാണ്. നമുക്ക് ഇനി ഇത് കഴുകാൻ കൊടുക്കാം. കൈസ് ഇത് മടക്കി വെച്ചു എന്ന് പറഞ്ഞു. നമുക്ക് മടക്കി വെക്കാം, വേഗം കഴിയും. കഴിഞ്ഞു വെച്ച് ഇനി എൻ്റെ കാക്കാൻ്റെ ഷെൽഫിലൂടെ വെക്കാം. ക്യൂട്ടല്ലേ, ഞാൻ ക്യൂട്ടാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഹെയർ സ്റ്റൈല് ഞാൻ ഇട്ടതായിരുന്നു. അത് പോയി ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇതൊക്കെ കഴുകാനുള്ളതാണോ? ഇത് കഴുകാനുള്ള ഇതെൻ്റെ ഉമ്മാൻ്റെ ഇതുമാണ്. ബിൽഡ് ചെയ്തിട്ട് വന്നേക്കുന്നേ. ബിൽഡ് ചെയ്തിട്ടില്ല ഗൈസ്, ഇങ്ങനെ ഹാഫ് ചെയ്ത് വന്നേക്കുന്ന ലെഗോ. ഭയങ്കര പാടല്ല, കൈയൊക്കെ വേനെടുത്ത് ഒരു സ്റ്റെപ്പ് എനിക്ക് പപ്പ വന്നിട്ട് പൊട്ടിച്ചിട്ടാ ഞാൻ മേലെടുത്തിട്ടുണ്ട്. ഇത്രയും സ്റ്റേജ് ഞാൻ ചെയ്ത് വെച്ച് ഗൈസ്. ഇതൊക്കെ എന്തോരം പാടുപെട്ടിട്ട് ചെയ്ത്. ഇന്നലെ രണ്ട് മൂന്നല്ല അല്ലെങ്കിൽ 4 ദിവസം എടുക്കും ഇത് കഴിയാൻ. ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കണ്ട് പാടുപെടുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഗൈസ്. അപ്പൊ ഇതൊന്നും കളയില്ല, ഇതൊന്നും ഇതാണ് ഈ സാധനം. ഇതാണ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കസിൻസും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി പറയാം, ഈ ഫാമിലി ആയിട്ട് കൂടിയപ്പോ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ കാണും. ഇത് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നു. ഗിഫ്റ്റ് അല്ല, ഗേൾസ് ഇഷ്ടപ്പെടുന്ന ക്യൂട്ട് കാണുന്നുണ്ട്. ഇത് സോഫ്റ്റ് ആണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇത് മെയ്ഡ് ഇൻ UK ആണ്. ആണ് ഞാൻ മെയ്ഡ് ഫ്രം UK. കണ്ടില്ല, നല്ല ഓക്കെ ഗൈസ്. അടിപൊളി സാധനമാണ്. ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇതില് ഉള്ളില് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അങ്ങനെ ഒരു സ്റ്റിക്കർ അല്ല ഒരു ബുക്ക്. ഇതില് ഹലോ ഞാൻ വായിച്ചുതരാം. ഈ ഒരു പിന്നിന്റെ ഈ സാധനം ഹലോ കിറ്റി ലവ്, ഹലോ കിറ്റി ലവ് ക്യൂട്ട് ബേബി. ഇത് ക്യൂട്ടർ ബേബി, ക്യൂട്ടർ ബേബി. പിന്നെ കുഞ്ഞി ഒരു സ്മോൾ പെൻ, സ്മോൾ ഇറങ്ങാപ്പൂര സ്മോൾ പെൻ. പിന്നെ അടിപൊളി ഒരു സ്റ്റിക്കർ ഞാൻ ബുക്കിൽ ഇട്ടു കാണിച്ചത്. അടിപൊളി സ്റ്റിക്കറുണ്ട്. ഇത് ഇന്നലെ തന്നതാണ്. അപ്പത്തേണ് ഞാൻ ഓരോ ബുക്കിലൊരു പേര് എഴുതി. ഇനി ഞാനൊന്നും എഴുതിയില്ല. പിന്നെ ഞാൻ ഒരു സ്റ്റിക്കർ പിടിച്ചു. സ്റ്റിക്കർ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല. ഇതാണെങ്കിലും നല്ല അടിപൊളി ക്യൂട്ടാണ്. നമുക്ക് ഇങ്ങനെ ഇടാം. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ഇട്ടിടുക, അടിപൊളിയാണ്. ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട് തന്നെ നല്ല ഫാഷനായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതേ ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. പിന്നെ നമ്മൾക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഈ സാധനം 1920 പഴക്കമുള്ള ഇതെടുത്തേക്കണം. ഭയങ്കര ഹെവിയാ.
ലാപ്ടോപ്പ് ബട്ട് ഇത് പപ്പടയാണ് പണ്ടത്തെ വർക്കാവും ഗൈസ്. ആ പക്ഷെ എനിക്ക് ചാർജ് ഇല്ല. ചാർജ് അങ്ങനെ കയറും. നിങ്ങൾക്ക് കൊണ്ടുകൊടുത്ത് ഞാൻ കാണിച്ചു തരാം. സാധനമൊക്കെ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് തരാം. നമ്മൾക്ക് ഇങ്ങനെ തൂക്കിയിടാം. ഞാൻ ഫ്രീ ആയി കിടക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമ്മൾക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് തൂക്കിയിടാം. ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വന്നതാ. I need to be in every video. ചാർജ് ഇതാണ് സാധനം. ഓക്കെ അടിപൊളി ഷെൽഫ് ക്ലീൻ ആക്കാണ്ട്. ഇത് ക്ലീൻ ആക്കണ്ട ഒട്ടും ആവശ്യമില്ല. എന്നാലും മെയിൻ്റെ ഉള്ളിൽ ചവറാണ്. എന്നാലും തുറന്നു നോക്കില്ല. അത് ബുക്കാണെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ 12 കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല 12 അല്ല. ഞാൻ ആദ്യം ചോദിച്ചപ്പോ 11 o'clockലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. 11 പൊട്ടിത്തെറിക്കും. ഇനി നമ്മൾ വെൽക്കം ഇന്നൂല വെൽക്കം. ഓക്കെ ഗൈസ്, എനിക്ക് താഴത്തിരിക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ ഗൈസ്, അത് ചാരി ഇതിലത്തെ കോലം ഇപ്പൊ അടിപൊളി കോലം. ഓക്കെ ഗൈസ്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ട് നോക്കാവേ. വ്യൂസ് തരാം. 2-3 പ്രാവശ്യം നോക്കണം. അപ്പുറം അതിനപ്പുറം ഉണ്ടാവുന്ന 10 പ്രാവശ്യം നോക്കും. ചിലർക്ക് ഇഷ്ടം. ഞാൻ ക്രാഫ്റ്റ് ചെയ്തൊരു ഇതാണ്. ഇനി നമ്മൾക്ക് സ്റ്റിക്കർ വെച്ചിട്ട് ഇത് ഒട്ടിക്കാം. കുഴപ്പമൊന്നുമില്ല. ഗൈസ്, സൻഹ എന്നാണ് ഈ തുടങ്ങാൻ പോകുന്നത്. ഒറ്റ മിനിറ്റ്. നീ ഇത് മാറ്റേ അത് മാറ്റേ. ഞാൻ പറയുന്നത് മാറ്റേ. മുടി വരക്കാൻ ഗൈസ് ഇനി എന്താ അതൊക്കെ മാറ്റി. ന്യൂ ഫോൾഡർ എടാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടെ പോയി. ഇവിടെ നിക്കി. അവിടെ നിക്കാനല്ലേ പറഞ്ഞത്. ഒന്നുകൂടി പോയ റീസെറ്റ് ആവ്. എന്നിട്ട് അവിടെ നിക്ക് കുറച്ചു നേരം. ഇനി ഹി 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 ഹ ഹ ഹ എടുക്ക്. നമ്മൾക്ക് രാവിലെ തൊട്ട് തുടങ്ങാം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാനായിരിക്കണം. അടുത്ത വെക്ക്. ഇനിയിപ്പോ ഇതില് തന്നെ എടുത്തോ. നമ്മൾക്ക് എല്ലാവരും കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് അറ്റാക്ക്ഡ് വൺ ഓൺ MC. എവിടെ ബ്ലാക്ക് മതെന്താ ഹീറോ പ്രായം പോലും എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവൂല, എനിക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അടുത്തേക്ക് നെക്സ്റ്റ് എന്റെ ഇത്തിരി കാണിക്കട്ടെ. നെക്സ്റ്റ് ആണ് ഫാമിലി ഹൗസ് വെച്ച് അത് നീ ഉണ്ടാക്കിയതല്ലേ. സ്ട്രോങ് മാൻ. വിചേട്ടാ എനിക്ക് ഇത്തിരി ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മൾക്ക് നമ്മളെ ക്ലീനിങ്ങിലേക്ക് എനിക്ക് സമയം കളയാനില്ല. ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ വന്നു. എൻ്റെ ഉമ്മ ഫോൺ ചോദിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഉമ്മക്ക് ആദ്യം ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് ഉണ്ടാക്കലാണ്. ഓക്കെ ഗൈസ്, എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ബീഫ് കറി, 1 നെയ്ച്ചോറ്, 1 പുളിങ്കറി, പരിപ്പ് കറി. നമ്മളിനി ഖത്തർ കോതോ അങ്ങനെ എന്തോ പറയും. പിന്നെന്താണ് ഉണ്ട്, എനിക്കറിയുന്നൊരു യൂട്യൂബർ ഉണ്ട്, കല്ലൂസ് നീസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്. കല്ലൂസ് നീസ്റ്റോ അങ്ങനെ പറഞ്ഞവര് ഈ ഒരു സ്ഥലത്തല്ല, ഇവിടെ ഖത്തറിൽ അവരുണ്ട്. അങ്ങനെയാണ് ഞാൻ അവരിനെ കണ്ടുപഠിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ യൂട്യൂബിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെറുതെ എന്തെങ്കിലും തട്ടിക്കൂട്ടാം. വെക്കാം അത് അവരിട്ടത്. ഇവനെല്ലാം അറിയണം. ഇത് എൻ്റെ ഇക്കാക്കാൻ്റെ കുറച്ച് സ്ട്രാപ്സാണ്. സ്മാർട്ട് വാച്ചിൻ്റെ സ്ട്രാപ്പ്, 3 സ്ട്രാപ്പ് ഉണ്ട്. നമുക്കിത്
ഡൗട്ടില്ലോ ഞങ്ങ ഇപ്പൊ ഉണ്ടാക്കാൻ പോണ ഷിജാസ് മാഹിനെയാണ് ഉണ്ടാക്കാൻ പോണ. ഷിജാസ് ഫേവറേറ്റ് കളർ ഏതാണ്? ബ്ലാക്കാണ് ഏറ്റവും ഫുൾ സ്ലീവ് ഉണ്ട്. പള്ളി പോകുമ്പോ അതല്ലേടാ. പള്ളി പോകൂലേ? പിന്നെ ഇത് കേറില്ല. ഈ സാരി ഇങ്ങനെ തൂക്കിടാൻ ശേഷം എന്നാലും കേറില്ല. ക്രയോൺ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ട്. ഒരു പൗച്ച് ഉണ്ട് അതിലേക്കുള്ളിലിടാം. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് ഓക്കെ ഗൈസ്. പിന്നെ കട്ടർ കിടപ്പുണ്ട്. അത് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ് മര്യാദ ആവാൻ വേണ്ടി ഇങ്ങനെ ഇടാം. ഇങ്ങനെ തട്ടുകൂട്ടിയായിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ കയറുമെന്നൊന്നും അവരറിഞ്ഞില്ല. ഇനി കയറേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നമുക്ക് ക്ലീൻ ആക്കാം. ഞാൻ എല്ലാം ഇവിടെ എടുത്തു വെക്കും. അതാണ് എൻ്റെ ഗൈസ്. ഈ ടീ വെച്ച് തുടങ്ങുന്ന ഒരു ബ്രെയിൻ റോട്ട് ഉണ്ട്. ഞാനത് പറയാം. അല്ല സോറി. ത്രലോ ത്രല അത് ഞാനതിങ്ങനെ പറയാറില്ല. ഇപ്പം അത് പറഞ്ഞു. എനിക്ക് ആവാൻ്റെ മുമ്പിലാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഹറാം എന്ന് പറഞ്ഞതൊന്നും ഞാൻ ഹറാം. അവൻ ഇഷ്ടപ്പെട്ടു. അവർ അതിൽ അഡിക്റ്റായി. ബിക്കോസ് ഒന്നുമില്ല, ഭംഗിയുണ്ട് കാണാൻ. അത് മാത്രമേ ഉള്ളൂ പറയാൻ. പിന്നെ ഒരു കച്ചി. എന്നിട്ട് പിന്നെ ഇത്രയും പറയണേ. മുടി എന്തൊക്കെയാണ് അവന്റെ വായിന്ന് വാക്ക് തന്നെയെന്നറിയോ? അവന് വേറൊരു വാക്കാ പറഞ്ഞു. Open, close, open, close, open, close. അങ്ങനത്തെ ഒരു സാധനം ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെത്ര ഇത് ഞങ്ങളുടെ റുപ്പീസാണത്. 29 റുപ്പീസ്. കുഴപ്പമില്ല, റുപ്പീസാണിത്. ഇന്ത്യയിലാണ് കൊണ്ടുവന്നത്. ഖത്തർ റിയാൽ എന്നാ പറയുന്നത്. പിന്നെ ടോയ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്ററും ബ്രദറും ആണ്. വെറുതെ തള്ളാണ്. തള്ളു കുട്ടൻ. സിസ്റ്ററും ബ്രദറും ആണ് പറഞ്ഞു. ഞാൻ സിസ്റ്ററും ബ്രദറും പറയും. എന്ത് താടി? അപ്പൻ അവിടെ ഞങ്ങളുടെ വാപ്പച്ചി seeing that എന്തിട്ടാ അതാണ് ഇത് മമ്മ. ഞാൻ വിളിക്കാറില്ല. വീഡിയോക്ക് വേണ്ടി മാമ വിളിക്കുന്നു. ഒറ്റ മിനിറ്റ്. ഓക്കെ ഗൈസ്, ഞാൻ മൈൻഡ് പേര്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സനാപീസ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം, മെസ്സേജ് അയക്കണം ഇൻസ്റ്റാഗ്രാമിൽ. അതൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ.